കേരളത്തിലെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ എല്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഇത്തരമൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവുള്ള 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. 10% താഴെയാണ് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ജനസംഖ്യ. ആ ജനസംഖ്യ തന്നെ പല വിഭാഗങ്ങളുടെയും ജനസംഖ്യ ദൗർഭാഗ്യവശാൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അത്തരമൊരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുള്ളത്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ സ്ഥിതിയും മറിച്ചല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള നമ്മുടെ കേരളത്തിൽ നമ്മുടെ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ഈ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് അവരെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ ഭരണഘടനാ വിധാതാക്കൾ നിരവധി സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു 8 വർഷത്തിനിടയിൽ പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി 22,000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കണക്കെടുത്താൽ അത് 1,00,000 കോടിയിലധികം വരും. അങ്ങനെ കണക്കിൽ ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ ഇതുപോലെ ആയിരക്കണക്കിന് കോടി രൂപ നീക്കിവെക്കുന്നുണ്ടെങ്കിലും അങ്ങനെ നീക്കിവെക്കുന്ന പണം യഥാർത്ഥത്തിൽ ഈ അവഗണിക്കപ്പെടുന്ന സാമൂഹ്യ പിന്നാക്കാവസ്ഥയുള്ള ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിനോ അവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനോ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളത് ആ വിഭാഗങ്ങളുടെ ജീവിതവും സാമൂഹ്യ അവസ്ഥയും നിലവാരവുമെല്ലാം ജീവിത നിലവാരവുമെല്ലാം നോക്കിയാൽ വ്യക്തമാകും. അത്തരമൊരു ഗുരുതരമായ സാഹചര്യം ഇവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മൾ സാക്ഷരതയിൽ വളരെ മുമ്പിലാണ്, സാമൂഹ്യമായ പെരുമാറ്റത്തിലൊക്കെ വളരെ മുമ്പിലാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സമൂഹമാണ് എന്നാണ് നമ്മുടെ പ്രചരണം. നമ്പർ 1 എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് ക്ലീഷയായ ഒരു വാചകമുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തോട് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ അധികാര സ്ഥാപനങ്ങളുമെല്ലാം കാണിക്കുന്നത് എന്നതിന് ഓരോ ദിവസവും നിരവധി ഉദാഹരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് താമസിക്കുന്ന ഒരു സഹോദരിക്ക്, അവരുടെ പേര് ബിന്ദു എന്നാണ്, നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൂടെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നേരത്തെ ഏറ്റുപോയ 2-3 വീടുകളിൽ ജോലി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോയത്. രണ്ടാമത്തെ ദിവസം അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിളിച്ചതിന് ശേഷം അവരോട് പറയുന്നത്, നിങ്ങൾ ജോലി ചെയ്ത വീട്ടിലെ ഒരു സ്വർണ്ണമാല കളവ് പോയിട്ടുണ്ട്, നിങ്ങളാണത് എടുത്തിരിക്കുന്നത്, ആ മാല തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അവര് കരഞ്ഞു പറഞ്ഞു, ഞാനങ്ങനെ ചെയ്യില്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, പട്ടിണി കിടന്ന് മരിച്ചാലും കക്കാൻ പോകില്ല,
നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ പട്ടികജാതിക്കാർക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കഴിവ്, ടാലൻസ്, പെൺകുട്ടികളുടെ ടാലൻസ് വർദ്ധിപ്പിക്കുക, അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടിയാണ് വാത്സല്യനിധി എന്നൊരു പദ്ധതി. 10 കോടി രൂപയാണ് അതിനെ വകയിരുത്തിയത് ബജറ്റില്. നിങ്ങൾക്കറിയോ, ആ 10 കോടി രൂപ എന്നുള്ള ആ പദ്ധതി തന്നെ സർക്കാർ നിർത്തലാക്കി. ഇപ്പോ വാത്സല്യനിധിയില്ല, വാത്സല്യനിധിയില്ല. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 50 കോടി രൂപ. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അയ്യങ്കാളി സ്മാരക മെഡിക്കൽ കോളേജ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അതിന് 50 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇപ്പോ അത് 20 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. 20 കോടി രൂപ. അംബേദ്കർ ഗ്രാമ പദ്ധതി, ഗ്രാമങ്ങള് നവീകരിക്കാൻ, കോളനികൾ ശുദ്ധീകരിക്കാൻ, ഇതിനൊക്കെ കൂടി 50 കോടി വകയിരുത്തിയിരുന്നു. ഇപ്പൊ അത് 30 കോടിയാക്കി കുറച്ചു. ഞാൻ പറഞ്ഞത്, സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ബജറ്റിൽ വകയിരുത്തിയ തുക അത് വെട്ടിക്കുറച്ചിരിക്കുന്നു. പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, വികസന ഫണ്ട് കുറയ്ക്കുന്നു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത് പട്ടികജാതി വികസന ഫണ്ടിന്റെ തുക വകമാറ്റി ചെലവഴിച്ചു എന്നാണ്. വകമാറ്റി ചെലവഴിച്ചു. 100 കണക്കിന് ഗവേഷണ വിദ്യാർത്ഥികൾ, അവർക്ക് ലംസം ഗ്രാന്റ് കിട്ടുന്നില്ല, അവർക്ക് ഫെല്ലോഷിപ്പ് കിട്ടുന്നില്ല. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഗവേഷണ വിദ്യാർത്ഥികളുടെ പഠനം അതുമൂലം മുടങ്ങുന്ന സാഹചര്യം. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയം ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടേതായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോ ഗോത്ര വിഭാഗങ്ങളുടെ, പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉണ്ട്. ഈ പട്ടികവർഗ വിഭാഗങ്ങളുടെയും ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പട്ടികജാതിക്കാർ മാത്രമല്ല, പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോ ഗോത്രവർഗ വികസനത്തിന് വേണ്ടി സർക്കാർ നീക്കിവെച്ച തുക, ഭവന പദ്ധതിക്ക് വേണ്ടി 70 കോടി രൂപ, ST വിഭാഗത്തിന്, പട്ടികവർഗ വിഭാഗത്തിന് 70 കോടി രൂപ വകയിരുത്തിയിരുന്നു. പക്ഷെ അത് 53 കോടി രൂപയായിട്ട് കുറച്ചു. 53 കോടി രൂപ. ഊര് വികസനത്തിന് 40 കോടി രൂപ നിശ്ചയിച്ചിരുന്നു. അത് 12 കോടിയായിട്ട് കുറച്ചു. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങാൻ 42 കോടി രൂപ വകയിരുത്തിയിരുന്നു. അത് 22 കോടിയാക്കി കുറച്ചു. ഭക്ഷ്യസഹായ പദ്ധതി 25.05 കോടി രൂപ വകയിരുത്തിയിരുന്നു. അത് 22 കോടിയായിട്ട് കുറച്ചു. സ്വയം തൊഴിൽ അത് 2 കോടി, അതിപ്പോ 10 രൂപ ഇല്ല. സ്വയം തൊഴിൽ കണ്ടെത്താൻ, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 2 കോടി രൂപ വകയിരുത്തിയിരുന്നു ബജറ്റിൽ. ഇപ്പൊ അതില്ല. അങ്ങനെ നിരവധി മേഖലകളിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട തുകയിലും വർധനവ്, വെട്ടിക്കുറയ്ക്കൽ നടന്നിരിക്കുകയാണ്. ഈ വിഷയമാണ് ഹിന്ദു ഐക്യവേദി ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്, സർക്കാരിന്റെ മുമ്പാകെ വെക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് എന്തിനാണ് ഈ അനീതി കാണിക്കുന്നത്? സർക്കാർ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമെടുത്തു. സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. 50% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ സംഘടിതമായി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് ആ തീരുമാനം റദ്ദാക്കി. എന്നാൽ പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച നിലപാട്, പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത്, പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത്, പട്ടികജാതി വികസന ഫണ്ട് ലാപ്സാക്കിയത്, ഇതിനെ സംബന്ധിച്ച് നമ്മുടെ കേരള സർക്കാരിന് എന്ത് മറുപടിയാണുള്ളത്? എന്താണ് കേരള സർക്കാരിന് പറയാനുള്ളത്? അപ്പോ അസംഘടിതരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, അവരോട് സർക്കാർ അനീതി കാണിക്കുന്നു. സാമൂഹ്യ അനീതിയാണ്, സാമൂഹ്യ അനീതിയാണ്. ഈ വിഷയമാണ് ഹിന്ദു ഐക്യവേദി ഇന്ന് കേരളത്തിലെമ്പാടും വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകൾക്ക് മുമ്പാകെ സർക്കാരിന്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നാരും ഉയർത്താൻ തയ്യാറല്ല. ഇന്ന് പട്ടികജാതി പട്ടികവർഗവും അവശജന വിഭാഗം
അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം അവരുടെ പ്രശ്നങ്ങളെ മറച്ചു വെക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ആസൂത്രിതമായ ശ്രമങ്ങൾ. അതിന് ചില ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയുന്ന ചില റാപ്പർ സംഗീതത്തിന്റെയൊക്കെ ചില വിദ്വാൻമാരെ മുന്നിൽ വെച്ചിട്ട് അവരാണ് പട്ടികവർഗത്തിന്റെ അല്ലെങ്കിൽ അവരാണ് പിന്നോക്ക വിഭാഗത്തിന്റെ അവശജന വിഭാഗത്തിന്റെ ഐക്കൺ. മുഖ്യമന്ത്രിയോടൊപ്പം അവരെ പങ്കെടുപ്പിക്കുക. യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഈ സർക്കാരിന്റെ കീഴിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. അവരോടുള്ള സമീപനം എന്താ? ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ ബിന്ദു എന്ന ഒരു പട്ടികജാതി സ്ത്രീ അവർ നേരിട്ട അനുഭവം എന്താ? പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ കള്ളക്കേസിൽ കുടുക്കി. അവർക്ക് കുടിക്കാൻ കുടിവെള്ളം ചോദിച്ചപ്പോഴേ കക്കൂസിലെ വെള്ളമെടുത്ത് കുടിക്കാൻ പറഞ്ഞത് കേരള സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസാ. അവർക്ക് കുടിക്കാൻ കുടിവെള്ളം നിഷേധിച്ച് 20 മണിക്കൂർ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. കേരള പോലീസല്ലേ? ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ലേ? കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കേസുകൾ എത്രയാണെന്നതിന്റെ കൺവിക്ഷൻ റേറ്റ് എന്നറിയാമോ? ദേശീയ ശരാശരി അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ കൂടത്തെ ധരിപ്പിക്കുന്നതിൽ ഹിന്ദു ഐക്യവേദിയോടൊപ്പം എല്ലാ സമുദായ സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അതിൽ ഏതാനും ചില കാര്യങ്ങൾ നടപ്പിലാക്കി എന്നതിനപ്പുറത്ത് അതിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇന്നും പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ആനുകൂല്യങ്ങളും അവസരങ്ങളും നിഷേധിച്ചുകൊണ്ട് വിഘടനവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആലോചിച്ചു നോക്കൂ, എന്തിനാണ് കോളനികൾ തുടങ്ങിയത് എന്ന് ചിന്തിച്ചാൽ നമുക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. പൊതുസമാജവുമായി ഇടപെടുന്നത് അകറ്റി നിർത്തുകയും മദ്യവും മയക്കുമരുന്നും അടക്കമുള്ളവ യഥേഷ്ടം ഒഴുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഞാൻ ഒരു കാലത്ത് മുന്നോട്ട് വരരുതെന്ന ആഗ്രഹം. അത് അവിടെ നിന്നും പോയി ഇന്ന് എവിടെ എത്തി? ഇന്ന് ആരെയാണ് അധസ്ഥിത ജനവിഭാഗങ്ങൾ ആരാധിക്കേണ്ടത്? കയ്യിൽ കഞ്ചാവ് വെച്ചു എന്ന് തെളിഞ്ഞ്, ഞാനത് ഉപയോഗിച്ചു എന്ന് തെളിഞ്ഞ് കേസെടുത്ത്, പെണ്ണിനെ പിടിച്ചു എന്ന് പറഞ്ഞ് അതില് കേസെടുത്ത് അല്ലെ എല്ലാം നിൽക്കുന്നവരെ സർക്കാർ അതിഥിയായി കൊണ്ടുപോയി മുഖ്യമന്ത്രി അടക്കമുള്ളവർ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സമൂഹത്തെ അങ്ങോട്ടാണ് ഒരിഞ്ഞു കൊടുക്കേണ്ടത്. ചിന്തിച്ചു നോക്കാം. നമ്മള് കൊല്ലത്ത് ഒരു കലാപരിപാടിക്ക് അല്ലെ ആളെത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെളിവാരി വേദിയിലേക്ക് എറിയുന്നത് നമ്മൾ കണ്ടു. ഉള്ളിൽ ചെല്ലണ കഞ്ചാവിന്റെ ബാക്കിയാണ് ചെളിവാരി. ആ ചെളിവാരി സമൂഹം എറിയേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ മുഖത്തേക്കാണ്. ആ ചെളിയിൽ ഒരു പിടിയെങ്കിലും തെറിപ്പിക്കേണ്ടത് സമാജത്തെ ജാതി പറഞ്ഞ് തരംതിരിച്ച് പല തട്ടുകളിലാക്കി അവരെ പരസ്പരം തമ്മിൽ തന്നിക്കാൻ നോക്കുന്ന, അതിന് അംഗീകാരം കൊടുക്കുന്ന, അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും അവസരങ്ങളും കടലാസിൽ മാത്രം വിശ്രമിപ്പിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ അതിലൊരു നുള്ളു ചെളി എങ്കിലും വാരിയെറിയാൻ സമാജത്തിന് കരുത്തുണ്ടായാൽ നമുക്കൊരിക്കലും ഇതുപോലുള്ള അവഗണന നേരിടേണ്ടി വരില്ല. ആ സമാജത്തിൽ മദ്യവും മയക്കുമരുന്നും അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിൽ ആ മയക്കുമരുന്നിന്റെയൊക്കെ പ്രചരണം വ്യാപകമാക്കാൻ വേണ്ടി തന്നെയാണ് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. അത് നമുക്ക് ഏറ്റവും നല്ല തെളിവായി. കഞ്ചാവ് കൈ വെച്ചവന് അറസ്റ്റ് ചെയ്തവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി നിൽക്കുമ്പോൾ ഇത് സൂചനയാണ്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്ക്. കഞ്ചാവൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയല്ലേ? ഇപ്പൊ മറ്റേ ലഹരിയാണല്ലോ കൂടുതൽ. നിങ്ങൾ ഉപയോഗിക്ക്. കാരണം നശിപ്പിക്കണം എന്ന ആഗ്രഹം, രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹം ഉണ്ടോ? കേരളത്തിലെ ഭരണകൂടം ഇപ്പോഴും തിരയണത് LP സ്കൂളിൽ മയക്കുമരുന്ന് കൊടുക്കുന്നത് ആരാന്നല്ല. LP സ്കൂളിന്റെ മുറ്റത്ത് മയക്കുമരുന്ന് എത്തിക്കുന്നത് ആരാ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം കേരള സർക്കാരിനില്ല. പകരം അവര് തിരയണത് 10-75 കൊല്ലം മുമ്പേ ഗാന്ധിജിയെ കൊന്നത് ആരാണ്. ഇപ്പോഴും ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗവും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ ഭരണകൂടം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധിയെ കൊന്ന ആൾക്കാരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു, ബാക്കിയുള്ളവർ ജീവപര്യന്തം കഴിഞ്ഞ് പുറത്ത് വന്നു. പക്ഷെ കേരള സർക്കാർ ഇപ്പോഴും അന്വേഷിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ആരാ, അല്ലാതെ LP സ്കൂളിന്റെ മുറ്റത്ത് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ആരാ പിടിക്കാൻ സാധിക്കുന്നില്ല. വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ലേ? വേണമെന്ന് വിചാരിക്കുന്നില്ല. ലഹരി പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു സമൂഹം നേടിയ മുഴുവൻ പുരോഗതിയും ലഹരിയിൽ മുക്കിക്കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ നമുക്ക്? ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് മദ്യവും മയക്കുമരുന്നും സമാജത്തിൽ പ്രചരിക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കണം എന്ന് പറഞ്ഞവര് വിദ്യാലയങ്ങൾ പൂട്ടുകയാണ്.
കുട്ടികളെണ്ണല്ല, 100 കുട്ടിയില്ല, 60 കുട്ടിയില്ല, 40 കുട്ടിയില്ല. അതെന്താ ലാഭ ബിസിനസ് സ്ഥാപനമാണോ അറിയാൻ വയ്യ. ലാഭകരമല്ലാത്ത സ്കൂളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാലയങ്ങളുടെ കടക്കൽ കത്തിവെക്കുമ്പോൾ പെട്ടിക്കട മാതിരിയാണ് ബാറുകൾ തുടങ്ങുന്നത്. കിട്ടാണ്ട് ആരും ബുദ്ധിമുട്ടരുത്, കൂടുതൽ അലഞ്ഞു പോയിട്ട് ആരും ബുദ്ധിമുട്ടരുത്. ഓരോ കൈകൾക്കും മദ്യം. കേരള സർക്കാരിന്റെ പുതിയ നിയമം, ഓരോ കൈകൾക്കും മദ്യം, അല്ലെ? ഓരോരുത്തർക്കും ആവശ്യമായ രാസലഹരി, ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഒന്നിനൊരു കുറവ് മലയാളിക്ക് ഉണ്ടാവില്ല. മലയാളിക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. അതിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മദ്യമോ മയക്കുമരുന്നോ കിട്ടാതെ കേരളത്തിലെ ഒരു യുവാവും അലഞ്ഞു തിരിയേണ്ടി വരില്ല. അവരിയ്ക്കുന്നിടത്തേക്ക് എത്തും, അന്വേഷിച്ച് അങ്ങോട്ട് പോണ്ടിരില്ല. അവരിയ്ക്കുന്നിടത്തേക്ക് ലഹരി, അത് മദ്യമാകാം, അത് കഞ്ചാവാകാം, അത് രാസലഹരിയാകാം, യഥേഷ്ടം ഇരിക്കുന്നിടത്ത് എത്തിക്കുന്ന കേരള ഭരണകൂടത്തിന് ആദരവുകൾ കൊടുക്കാം. നമുക്ക് നമ്മളെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്ന ആ ഭരണകൂടത്തെ, അതിനെതിരെ വിരൽ ചൂണ്ടിയില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് ഈ മലയാളികളാണ്. ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെടാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യരക്ഷയിൽ, അങ്ങനെ പലതിലും 1-ാം സ്ഥാനത്ത് നിന്ന മലയാളി കുടുംബത്തെ വെട്ടിക്കൊല്ലാൻ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധത്തിൽ മാറാൻ, അത്തരത്തിൽ അവനെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന ഒരു ഭരണകൂടം മുന്നോട്ട് പോണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് മറക്കരുത്. ഈ വിരൽത്തുമ്പ് ചൂണ്ടാൻ മാത്രമല്ല, ആ വിരൽത്തുമ്പിൽ തന്നെയാണ് മഷിയടയാളം പുരളുക. അതുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഇത്തരത്തിൽ നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള ജനജാഗ്രത ആവശ്യമാണ്. ഇവിടെ നമ്മൾ എത്തുന്നത് ഇനിയും നമ്മുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് അധികൃതരോട് ആവശ്യപ്പെടാനാണ്. ഇനിയും ക്ഷമ പരീക്ഷിക്കരുത്. പട്ടികജാതിക്കാർക്ക് അത് ചെയ്തു, പട്ടികവർഗക്കാർക്ക് ഇത് ചെയ്തു, OBCക്ക് അത് ചെയ്തു, OECക്ക് ഇത് ചെയ്തു, മറ്റേ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, എല്ലാവർക്കും ഞങ്ങൾ അങ്ങ് വാരിക്കോരി കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഈ മോഹനസുന്ദര വാഗ്ദാനങ്ങളല്ല. കേരള സർക്കാർ ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. ഒരു ധവളപത്രം, ഓരോ വിഭാഗത്തിനും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ എത്ര, അതിന് വകയിരുത്തിയ ഫണ്ട് എത്ര, അതിൽ ചെലവഴിച്ചത് എത്ര, അതുകൊണ്ടുണ്ടായ ഫലം എന്ത്? വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആണെങ്കിൽ ഫലം എന്ത്? പുല്ല് തൂത്ത തവിടുമാതിരി കളയാനല്ലോ, ഫലം വേണല്ലോ. അപ്പൊ ഇതുപോലൊരു ധവളപത്രം കേരള സർക്കാർ പുറത്തിറക്കണം. ഹിന്ദു ഐക്യവേദി ശക്തമായി ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയൊക്കെ ഫണ്ട് എത്ര രൂപ വകയിരുത്തി ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിലൊരു ധവളപത്രം പുറത്തിറക്കണം. സമാജത്തിൽ പടരുന്ന രാസലഹരി അടക്കമുള്ള ലഹരിക്ക് ഒരു അവസാനമിടാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള മുൻകൈ ഉണ്ടായവരുടെ സമാജവും കൂടണം. ഭരണകൂടത്തിന് മാത്രമായി സാധിക്കില്ല, സമാജത്തിന്റെ പൂർണ്ണമായ പിന്തുണ. അതുകൊണ്ട് ആ പിന്തുണ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു. സമാജത്തിന്റെ പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്യുമ്പോഴും ഭരണകൂടത്തിന് ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഇത് നടത്താൻ സാധിക്കില്ല. ഭരണകൂടത്തിന് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് സർവ്വ കഞ്ചാവോളികളെയും അല്ലെ ചെങ്കൻ കഞ്ചാവുകളെയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളൊരു സംഘടനയല്ല, ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി. ഇനി ഈ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട. അപ്പൊ ആടിക്കളിക്കട ചാടിക്കളിക്കട എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ, അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി 14 ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ ഉപ്പ് കുടിച്ച് അർമാദിക്കുന്നവര്, ആ ഉപ്പിന്റെ രസത്തിൽ അർമാദിക്കാണ്. കാരണം കണ്ണീരാണ് ഒഴുക്കുന്നെങ്കിൽ അതിനൊരു ഉപ്പുണ്ടല്ലോ, ആ ഉപ്പിൽ അർമാദിക്കുന്നവരെ പിടിച്ചു നിർത്താൻ തക്ക ശേഷി ഇവിടുത്തെ സമൂഹത്തിനുണ്ട് എന്ന വിളംബരം ഇത്തരം സമരങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നു. സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടരുത്. സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടുമ്പോൾ തീർച്ചയായും സമാജം അസ്വസ്ഥമാകും. ആ അസ്വസ്ഥതയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള പട്ടികവർഗത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പാലക്കാട് വെറും നൂലുണ്ട കാട്ടി കലക്ടറെ ഭീഷണിപ്പെടുത്തിയ അയ്യങ്കാളിപ്പട നമ്മൾ ഇവിടെ കണ്ടു. എന്തായിരുന്നു ഉദ്ദേശം? സമാജത്തെ രക്ഷിക്കലായിരുന്നോ? സമാജത്തെ മുന്നോട്ട് കൊണ്ടുപോകലായിരുന്നോ? അന്ന് അയ്യങ്കാളിപ്പടയുടെ നൂലുണ്ടയിലാണ് സമാജം അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം. ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്നത്തെ ഭൂമി ഇന്ന് ആരുടെയൊക്കെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട്?
ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് 1 ഇഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര്, പട്ടികവർഗ വിഭാഗത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് അവർക്കുള്ള ഭൂമി തിരിച്ചു കൊടുക്കില്ല എന്ന് കേരളം നിയമസഭയിൽ നിയമം പാസാക്കിയവര്, പട്ടികജാതിക്കാരന് നഷ്ടപ്പെട്ട ഭൂമിയിൽ അവനൊരു തുണ്ട് പോലും കിട്ടാതിരിക്കാൻ പ്രത്യേകമായ നിയമനിർമ്മാണം കേരളത്തിന്റെ നിയമസഭയിൽ KR ഗൗരിയമ്മയുടെ ഏക വിയോജന കുറിപ്പോടുകൂടി 139 MLA-മാരും ഒപ്പിട്ടുകൊണ്ട് അത്തരത്തിലൊരു നിയമം പാസാക്കി. ആ പാവങ്ങളെ നമ്മൾ ചിന്തിക്കുക, ആ പാവങ്ങളെ ഇത്തരത്തിൽ ഒരു ഭരണകൂടത്തിന്റെ മുന്നിൽ കെഞ്ചിക്കേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായും അതിന് ജനകീയമായ പ്രതിഷേധവും ജനകീയമായ പ്രതിരോധവും തന്നെയാണ് പരിഹാരം. അല്ലെങ്കിൽ അതിലപ്പുറം മറ്റൊരു പരിഹാരമില്ല എന്ന തിരിച്ചറിവിലാണ് ഇന്ന് 14 ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുമ്പിലും നീതി തേടിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി എത്തുന്നത്. ഇങ്ങനൊരു പരിപാടി ഇവിടെ തുടങ്ങി അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, തുടർ സമരങ്ങൾക്ക് ഈ വിദ്യാലയ വർഷത്തിന് ജൂൺ 1-ാം തീയതി തുടക്കം കുറിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ടുന്ന സ്കോളർഷിപ്പ് 1 രൂപ പോലും നഷ്ടപ്പെടാതെ അവർക്ക് കിട്ടണം. സമയാസമയങ്ങളിൽ അവർക്ക് കിട്ടേണ്ടുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കിട്ടണം. അവർക്ക് കിട്ടേണ്ടുന്ന വിദ്യാഭ്യാസ പിന്തുണ, പൂർണ്ണമായി പഠിക്കാൻ ആവശ്യമായ പിന്തുണ അവർക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഈ സമരം കോടി രൂപ, ആ 1370 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ 500 കോടി രൂപ അതിൽ കുറവ് വരുത്തുകയാണ്. 1370 കോടി രൂപ അനുവദിച്ചിട്ട് 500 കോടി രൂപ വെട്ടിക്കുറക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ശതമാനമാണ് വെട്ടിക്കുറച്ചത് എന്നതിൽ നിന്ന് വ്യക്തമാണ്. ആദിവാസി പെൺകുട്ടികളുടെ സാമൂഹ്യപരമായ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു വാത്സല്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്, ഒരു ഇൻഷുറൻസ് പരിപാടിയാണ്. അതിന് 10 കോടി രൂപ നീക്കി വെച്ചിരുന്നു. ആ 10 കോടി രൂപയും പിൻവലിച്ചു. അതായത് 100% വെട്ടിക്കുറവ് നടത്തി. 1 ഉറുപ്പിക പോലും വാത്സല്യം പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചില്ല. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾക്ക് വേണ്ടി 25 ലക്ഷം രൂപ വീതം നീക്കിവെച്ചിരുന്നു. അത് മുഴുവനും വെട്ടിക്കുറവ് വരുത്തി. ലൈഫ് മിഷന് വേണ്ടിയിട്ട് നീക്കിവെച്ചതിൽ 30 കോടി രൂപ നീക്കിവെച്ചതിൽ 12 കോടി മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 60% വെട്ടിക്കുറവ് വരുത്തി. വീടുകളുടെ റിപ്പയറിന് വേണ്ടി 14 കോടി നീക്കിവെച്ചിരുന്നു. 17.2 കോടി നീക്കിവെച്ചിരുന്നു. അതിപ്പോൾ 3 കോടി കുറച്ചിരിക്കുകയാണ്. ഭൂരഹിതർക്ക് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് 14 കോടി മാറ്റിവെച്ചിരുന്നു. അത് 5 കോടി 52 ലക്ഷമായിട്ട് കുറച്ചിരിക്കുകയാണ്. 1/3 കുറച്ചിരിക്കുകയാണ്. പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 1 ലക്ഷം രൂപയിൽ കുറവ് വരുമാനമുള്ളവർക്ക് 1.25 ലക്ഷം രൂപ കൊടുക്കും. ആ 1.25 ലക്ഷം രൂപ കൊടുക്കുന്നത് 8 കോടി 6 ലക്ഷം രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ അത് 5 കോടിയായി കുറച്ചിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ആകെ 300 കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലൈഫിന് വേണ്ടി മാറ്റിവെച്ചതിൽ 120 കോടിയാക്കി കുറച്ചിരിക്കുകയാണ്. അങ്ങനെ 20 പദ്ധതികളിലെ 1370 കോടിയിൽ 500 കോടി കുറച്ച് അംബേദ്കർ ഗ്രാമ പദ്ധതി 50 കോടിയിൽ 30 കോടിയാക്കി കുറച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജ് 50 കോടി പ്രഖ്യാപിച്ചത് 20 കോടിയായി കുറച്ചു. വീടിന്റെ 222 കോടിയിൽ 173 കോടിയായി കുറച്ചു. ഭൂമി വാങ്ങാനുള്ള 170. ഇങ്ങനെ 20 പദ്ധതികളിലായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ 500 കോടി രൂപ കവർന്നെടുത്തു എന്ന് പറഞ്ഞാൽ, നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞത് ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ച് വകയിരുത്തിയ തുക ചെലവഴിക്കാതെ ലാപ്സാക്കിയതാണ് പറഞ്ഞത്. അത് തന്നെ ഓരോ വർഷം 1000 കോടി രൂപ ചെലവഴിക്കാത്തതുണ്ട്. ഇപ്പോൾ തുക തന്നെ കുറവാണ്. അങ്ങനെ കുറഞ്ഞ തുക പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിച്ച തുകയിൽ തന്നെ ഒരു വലിയ ശതമാനം വെട്ടിക്കുറവ് വരുത്തിയിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആദിവാസികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരികയാണ്. ഇത് ആവർത്തിക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ഈ സംസ്ഥാനത്ത് പറയാൻ വലിയ പ്രസംഗമുണ്ട്. അവർക്ക് വേണ്ടി പാട്ടുകൾ എഴുതും, കവിത എഴുതും, പ്രസംഗം നടത്തും. ഭൂമിയുടെ കാര്യം അതിദയനീയമാണ്.
പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട 5 ലക്ഷത്തിലധികം ആളുകൾ ഭൂരഹിതരായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ അവരുടെ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിന്റെ കൂടെ നിശ്ചിത ശതമാനം സംസ്ഥാന സർക്കാരും കൂടി നിക്ഷേപിച്ചാൽ മാത്രമേ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ട്, പക്ഷെ സംസ്ഥാന സർക്കാർ അവരുടെ വിഹിതം നൽകാത്തതുകൊണ്ട് കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ വീടെന്ന സ്വപ്നമാണ് സാർത്ഥകമാകാതെ പോയത്. SC/ST വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ സംരംഭകത്വ ശേഷി വളർത്താൻ വേണ്ടിയിട്ട് ബോർഡിന്റെ വക ലോണുണ്ട്. പക്ഷേ ആ ലോണിന് 2 തരത്തിലാണ് ജാമ്യം. ഒന്ന് ഉദ്യോഗസ്ഥ ജാമ്യമാണ്, മറ്റൊന്ന് സ്വത്ത് ഈടുവെക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഞങ്ങൾക്കൊരു ഉദ്യോഗസ്ഥന്റെ ജാമ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ ആരാണ് ജാമ്യം നിൽക്കുക? 1.97% ആകെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ സർക്കാർ ജോലിക്കാരുടെ ശതമാനം. അതായത് ആ വ്യവസ്ഥ അവർ തന്നെ ജാമ്യം നിൽക്കുന്നു എന്ന് വന്നാൽ തന്നെ 2% താഴെ ആളുകൾക്ക് മാത്രമേ പ്രയോജനം കിട്ടൂ. 50 സെന്റിൽ കൂടുതൽ ഭൂമിയുള്ള എത്ര ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? സ്വത്തിന്റെ രേഖ വെച്ച് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഹിന്ദുക്കൾ, പാവപ്പെട്ടവർ, അത് SC ആയാലും ST ആയാലും OEC ആയാലും OBC ആയാലും FCയിൽപ്പെട്ടവർ പോലും എല്ലാ തരത്തിലെ പാവപ്പെട്ട ഹിന്ദു ജനത ഇന്ന് മദ്യം കഴിച്ച് മദ്യത്തിനടിമകളാക്കി അവരെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനം കേരളത്തിൽ ഒരു അജണ്ടയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതാ, ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം. ഈ രാസലഹരി, ഈ ലഹരിയുടെ വിൽപ്പന, മദ്യലഹരിയുടെയും മയക്കുമരുന്ന് ലഹരികളെയും അമർച്ച ചെയ്യുവാനുള്ള ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം. അതുണ്ടാക്കാൻ തയ്യാറാകണം. ഈ ഐക്യവേദി സമരം നടത്തുമ്പോൾ ഞങ്ങൾ കേരളത്തിലെ സർക്കാരിന് മുന്നിൽ വെക്കുന്ന മറ്റൊരു കാര്യം, അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമികൾ, വനവാസി മേഖലകളിൽ ഭൂമിയില്ലാത്തവർ, വനവാസി മേഖലയിൽ വീട് വെക്കാൻ കഴിയാത്തവർ, അവർക്ക് വീട് വെക്കുവാൻ, അവർക്ക് ഭൂമി കൊടുക്കുവാൻ എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല? എത്ര ഭൂമി കയ്യേറ്റം നടക്കുന്നു? ഭൂമി കയ്യേറ്റം എത്ര? ഈ കേരളത്തിലാണ് സെന്റിനും 1 രൂപ വെച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ സെന്റിനും 1 രൂപ വെച്ചുകൊണ്ട് ഒരു ചർച്ചിന് ഏക്കറക്കണക്കിന് ഭൂമി കൊടുത്തത് ഈ കേരളത്തിലാണ്. ഇരിങ്ങാലക്കുടയിലെ ക്രസന്റ് കോളേജിന് 1 രൂപ വെച്ച്, സെന്റിന് 1 രൂപ വെച്ച് കൊടുത്തത് ഈ കേരളത്തിലാണ്. ഇവിടുത്തെ പാവപ്പെട്ട ജനത, പാവപ്പെട്ടവർ, വീട് വെക്കുവാൻ സാധിക്കാത്തവർ, ഭൂമിയില്ലാത്തവർ, അവർക്ക് 1 തുണ്ട് ഭൂമി കൊടുക്കാൻ കേരളത്തിന്റെ കയ്യിലുണ്ടോ? അവർ കൊടുക്കാൻ തയ്യാറാവോ? കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭൂമികൾ, ആ ഭൂമികൾ മുഴുവൻ കവർന്നെടുക്കുന്നു. ഇപ്പോൾ ഡിജിറ്റൽ സർവേ എന്ന പേരിൽ ഭൂമികൾ, ക്ഷേത്രഭൂമികൾ കൈക്കലാക്കാൻ വെമ്പൽ കൊണ്ട് നടക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ്. ആർക്ക് കൊടുക്കാനാ? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രമാണോ ഭൂമിയുള്ളത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റിനോട്. ഇവിടെ മദ്രസകളുടെ ഭൂമി തിട്ടപ്പെടുത്തി അവർക്ക് ആധാരമുണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ് ക്ഷേത്രഭൂമി കയ്യിലാക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ 13 ആദിവാസി മനുഷ്യരെ ആന ചവിട്ടിയും കുത്തിയും കൊന്നു. ഒരു വാർഡിലാണ്, ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിലാണ് 16 ആളുകൾ ഇങ്ങനെ അവിടെ ആനയുടെ കുത്തേറ്റ് മരിച്ചിട്ടുണ്ട്. അത് 13 പേരും ആ വാർഡിൽപ്പെട്ടവരാണ്. ഈ നാട്ടിൽ എന്താ സംഭവിച്ചത്?
അവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പുറത്തൊരു സമരം ഉണ്ടാക്കും. അപ്പൊ മന്ത്രിയൊക്കെ അവിടെ വരും, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയും. പിന്നീട് വീണ്ടും ആവർത്തിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഞങ്ങളൊക്കെ ഓരോ ആൾ മരിക്കുന്നതും ബന്ധവും അവിടെ പോകുന്നതാണ്, അവിടെ ഉദ്യോഗസ്ഥന്മാരെ കാണുന്നതാണ്, പോലീസുകാരെ കാണുന്നതാണ്, മന്ത്രിയെ കാണുന്നതാണ്, അവരോട് പറയുന്നതാണ്. അതൊരു ഫോറസ്റ്റിന്റെ അടുത്താണ്. ആർളം ഫാം എന്ന് പറയുന്നത് അതൊരു റിസർവ് ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റിന്റെ അവിടെ ചേർന്നാണ്. അവിടെ ആ കാടിനോട് ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലമാണ് ആദിവാസികൾക്ക് പതിച്ചു കൊടുത്തിരിക്കുന്നത്. ആദിവാസികൾക്ക് വീടെടുക്കാൻ വേണ്ടി പതിച്ചു കൊടുക്കുന്ന സ്ഥലം ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന വഴിയാണ്. അതിലൂടെ നടന്നു വന്നിട്ട് വേണം ആനകൾക്ക് വെള്ളം കുടിക്കാൻ. ആർളം ഫാമിൽ നല്ല തെങ്ങും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളുണ്ട്. ആർളം ഫാം എന്ന് പറയുന്ന നേരത്തെ ആയിരക്കണക്കിന് ഏക്കറുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ബഹുഭൂരിപക്ഷവും ആദിവാസികൾക്ക് നൽകാതെ ഫാം അത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അത് കേരള ഗവൺമെന്റിന്റെ കയ്യിലാണ് അതുള്ളത്, വരുമാനമുള്ളത്. കശുവണ്ടിയുണ്ട്, കുരുമുളകുണ്ട്, ഏലമുണ്ട്, മറ്റ് കൃഷികളുണ്ട്, തെങ്ങുണ്ട് ധാരാളം. അത് ചെത്താൻ കൊടുക്കുന്നുണ്ട്, കള്ളിയെത്താൻ. അതൊക്കെ ഫാം കൈവശം വെച്ചിട്ട് വരുമാനം കിട്ടുന്നത് അധികൃതരുടെ സംസ്ഥാന സർക്കാർ കൈവശം വെച്ചിട്ട് ആദിവാസികൾക്ക് കൊടുത്തിരിക്കുന്നത്, പതിച്ചു കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ആന വെള്ളം കുടിക്കാൻ വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ഈ ഫാമിലുള്ള കൈതച്ചക്കയും അതുപോലെ മറ്റ് വനവിഭവങ്ങളൊക്കെ തിന്നാൻ വേണ്ടി വരുമ്പോ ആദ്യം കാണുന്നത് ആദിവാസിയാണ്. അപ്പൊ ഇവൻ വിശന്നിട്ട് വരുമ്പോ അവൻ കുത്തി വളർത്തും. അതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഈ ഫാം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സംസ്ഥാന സർക്കാർ വില കൊടുത്ത് വാങ്ങിയാണ്. ആ വില കൊടുത്ത് വാങ്ങുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ വില കണക്കാക്കിയത്, അതിന്റെ മൊത്തം വില കണക്കാക്കി. അങ്ങനെ കണക്കാക്കിയ വിലയുടെ ഒരു 10% പോലും എടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ കൊടുത്തത്. അതേത് പൈസ ഉപയോഗിച്ചാണ് വാങ്ങിയത്? നമ്മുടെ ഈ നാട്ടിലെ ആദിവാസി വികസനത്തിന് വേണ്ടി അനുവദിച്ച ഫണ്ട് ഉണ്ടായിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഭൂമി വാങ്ങിയത്. അങ്ങനെ വാങ്ങിയ ഭൂമി അതിലൊരു വലിയ പങ്ക് സംസ്ഥാന സർക്കാർ കൈവശം വെച്ച്, വരുമാനമുള്ളത് കൈവശം വെച്ച്, വരുമാനമില്ലാത്ത ആന വരുന്ന സ്ഥലം ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത് ആ ആദിവാസികളുടെ ജീവനെ കൊണ്ട് പന്താടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. 12 ആളുകളെയാണ് കൊന്നൊടുക്കിയത്. അവിടെ എന്നിട്ട് ഒരു ആന മതിൽ പ്രഖ്യാപിച്ചു. എത്രയോ വർഷത്തെ 20-25 വർഷമായി പറയുന്നതാണ് ആനമതിൽ. ഇപ്പൊ അതിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് എത്രയോ വർഷമായിരിക്കുകയാണ്. ഓരോ ആള് മരിക്കുമ്പോഴും മന്ത്രി വന്നിട്ട് പറയും അടുത്ത മാസം അതിന്റെ ഉദ്ഘാടനം കഴിക്കും, പണി പൂർത്തിയാക്കുമെന്ന്. ഇപ്പോഴും അത് പാതി വഴിയിൽ കിടക്കുകയാണ്. അടുത്തയാൾ മരിക്കുമ്പോൾ വീണ്ടും വരും. ഒരു പ്രശ്നവുമില്ല, കാരണം മരിക്കുന്നത് ആദിവാസിയാണ് എന്നാണ് സർക്കാർ ചിന്തിക്കുന്നത്. അത്ര വിലയേ ഉള്ളൂ മനുഷ്യർക്ക് എന്നാണ് അവരുടെ മനോഭാവം. അങ്ങനെ ഏതു മേഖലയിൽ നോക്കിയാലും ഒരു ഭാഗത്ത് അഴിമതിയുടെ ഇരകളായിട്ട് അവർ മാറുന്നു, വന്യമൃഗങ്ങളുടെ ഭക്ഷണമായിട്ട് അവർ മാറുന്നു, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ചൂഷണത്തിനിരയാവുന്നു. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവരെ പീഡിപ്പിച്ചു കൊല്ലുന്നു, അവരെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വനവാസി ആദിവാസി വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ അനുവദിച്ച ഫണ്ടുകൾ ആ വിഭാഗത്തിന് മാത്രമായി ചെലവഴിക്കണമെന്നും വകമാറ്റി ചെലവഴിക്കാൻ പാടില്ലെന്നും ഫണ്ടുകൾ ലാപ്സാക്കരുതെന്നും ഈ ബജറ്റിൽ അനുവദിച്ച് വെട്ടിക്കുറച്ച 500 കോടി രൂപ ന്യായമായും അത് ഈ ജനവിഭാഗത്തിന് അർഹതപ്പെട്ടതാണ്. അത് പുനഃസ്ഥാപിക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ അതിന്റെ 4ാം വാർഷികം ഗംഭീരമായി നടത്തുകയാണ്. അങ്ങനെ ഗംഭീരമായി വാർഷികം നടത്താൻ വേണ്ടി 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. ആഘോഷങ്ങൾ നടക്കുകയാണ്, ആഘോഷങ്ങൾ നടക്കട്ടെ. പക്ഷേ എങ്ങനെയാണ് ഈ തുക സർക്കാർ 100 കോടി രൂപ എടുത്തിരിക്കുന്നത്? അപ്പുറത്ത് ആശമാർ കിടക്കുന്നുണ്ട്,
ഇവിടെ ഏറ്റവും പിന്നാക്കമായിട്ടുള്ള ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുവദിച്ച തുകയിൽ നിന്ന് കൈയിട്ട് വാരിയ തുക, അങ്ങനെയൊക്കെയാണ് അവര് ഈ ആഘോഷം നടത്തുന്നത്. ആഘോഷം ജനങ്ങൾ തിരസ്കരിച്ചപ്പോൾ അവസാനം ആള് കൂടുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു റാപ്പർ ഗായകനെ കൊണ്ടുവന്ന് പാട്ട് പാടിച്ചിട്ട് ആളുകളെ കൂടുകയാണ്. ഞങ്ങളിതാ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് പാട്ട് പാടിക്കുകയാണെന്നാ പറയാണ്. ഒരു ദിവസത്തെ പരിപാടിക്ക് 5 ലക്ഷം രൂപ വാങ്ങുന്ന ഒരാളെ കൊണ്ടുവന്ന് പാട്ട് പാടിച്ചാലൊന്നും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൗര്യത്തിന്, ഈ പിടിച്ചുപറിക്ക്, ഈ കൈയിട്ട് വാരലിന്, ഈ കൊള്ളയ്ക്ക്, ഈ ധൂർത്തിന് പരിഹാരമാകില്ല. സർക്കാരിന്റെ ആദിവാസി പ്രേമം തട്ടിപ്പാണ്, അത് വാചകക്കസർത്താണ് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ന്യായമായ ഈ സമരം, പിടിച്ചുപറിച്ച പണം തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള 500 കോടി രൂപയെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം ഒരു സൂചനയാണ്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭരണസ്ഥിരാ കേന്ദ്രത്തിലും ഇത് നടക്കുകയാണ്. പാവപ്പെട്ടവരുടെ ഏറ്റവും ദയനീയമായി ജീവിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഈ സമരത്തോട് സർക്കാർ ഇനിയും കണ്ണടച്ചാൽ, ആവശ്യങ്ങൾക്ക് നേരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചാൽ, അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളെ അണിനിരത്തിക്കൊണ്ട്, എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം നടത്താൻ സാമൂഹ്യനീതി കർമ്മസമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ തയ്യാറാകുമെന്ന് പറഞ്ഞുകൊണ്ട്, അതിന് മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട്, അനങ്ങാപ്പാറ നയം ഉപേക്ഷിച്ചുകൊണ്ട് കണ്ണു തുറക്കാൻ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തയ്യാറാകണം എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മഹത്തായ ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം.